ഹായ് ഫ്രണ്ട്സ്, ഡിസൈൻ വൈബ്സ് ഡെക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡ്രോവർ ബാസ്ക്കറ്റ് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. ഒരു കട്ട്ലറി ബാസ്ക്കറ്റും ഒരു പ്ലേറ്റിൻ്റെ ബാസ്ക്കറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും വീഡിയോ വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത് 20x4 സൈസ് വരുന്ന കട്ട്ലറി ബാസ്ക്കറ്റാണ്. ഈ കട്ട്ലറി ബാസ്ക്കറ്റ് ഡ്രോവറിൻ്റെ ഡോറ് നമ്മൾ ജെ-സ്ക്വയറിലാണ് ചെയ്തെടുത്തേക്കുന്നത്. വിത്ത് ഹാൻഡിൽ സെഷൻ, അതായത് സ്റ്റീൽ കോട്ടിങ് വരുന്ന ഹാൻഡിൽ സെഷനാണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ ബാസ്ക്കറ്റിൻ്റെ ടോപ്പിൽ ചുറ്റിലും വന്നിരിക്കുന്ന സ്റ്റീൽ റാഡ് ഒരു 4 mm പ്രൊജക്റ്റ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം ഡോറിൽ നമുക്ക് ബാസ്ക്കറ്റ് സീറ്റിംഗ് ആയിട്ട് ഫിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പം നമ്മൾ ചെയ്യാറ് ഷീറ്റിൻ്റെ പീസോ മറ്റോ പാക്കിംഗ് ആയിട്ട് കാണാൻ വൃത്തിയുള്ള രീതിയിൽ വെച്ചിട്ട് സ്ക്രൂ ചെയ്യുകയാണ്. ബാസ്ക്കറ്റ് നമുക്ക് ഡോറിൽ പിടിപ്പിക്കാനായിട്ട് ഇതിൻ്റെ കൂടെ 4 ക്ലാമ്പ് വരുന്നുണ്ട്. അതിൽ നമുക്ക് 2 ക്ലാമ്പ് ഉപയോഗം വരുന്നുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാസ്ക്കറ്റിൻ്റെ ഷീറ്റ് വരുന്ന ഭാഗം, അതായത് നമ്മൾ ഷീറ്റിൻ്റെ പീസ് പാക്കിങ് വെക്കുന്നെന്ന് പറഞ്ഞില്ലേ, ആ ഭാഗത്ത് നമുക്ക് ഹോൾ അടിച്ചു കൊടുത്ത് സ്ക്രൂ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമുക്ക് ആ ക്ലാമ്പ് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഹോൾ അടിച്ചു കൊടുത്തിട്ട് അതിൽ നിന്ന് സ്ക്രൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഷൂട്ട് ചെയ്തതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. വ്യക്തമായിട്ട് കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം നമ്മളൊരു സ്റ്റാൻഡിൽ മൊബൈൽ ക്യാമറയിലാണ് ഇത് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പം നമ്മളൊരു സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പം വ്യക്തമായിട്ടുള്ള സൂം ചെയ്ത് നമുക്കത് അടുത്ത് കൊണ്ടുവന്ന് കാണിക്കാനായിട്ടുള്ള പറ്റിയിട്ടില്ല. അപ്പം ഇനി ഉള്ള വീഡിയോസ് നമ്മൾ ആ രീതിയിൽ നല്ല വ്യക്തമായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കാതെ. പിന്നെ നിങ്ങളുടെ ഓരോ ഫ്രണ്ട്സിനും ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. ഇതാണ് നമ്മൾ ആ 4 ക്ലാമ്പ് വരുന്നതെന്ന് പറഞ്ഞത്. അതിൽ നിന്ന് 2 എണ്ണം എടുത്ത് നമുക്ക് ആ സ്റ്റീൽ റാഡ് വരുന്നത് റിവീറ്റ് ചെയ്ത് ഉറപ്പിക്കാം. പിന്നെ മറ്റേത് നമ്മൾ ഷീറ്റിനകത്ത് ഹോൾ അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നമ്മൾ സ്ക്രൂ ചെയ്ത് വെച്ചാൽ മതി. ക്ലാമ്പിൻ്റെ കൂട്ടത്തിൽ ബാസ്ക്കറ്റിൻ്റെ സ്ലൈഡർ ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 4 സ്ക്രൂവും കൂടെ വരുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഒന്നും കളയാതെ സൂക്ഷിക്കണം, കാരണം ചെറിയ സ്ക്രൂകളാണ്. ആദ്യം നമുക്ക് ആ ക്ലാമ്പ് ഫിറ്റ് ചെയ്യാം. അത് നമ്മൾ റിവേറ്റാണ് ചെയ്യുന്നത്. മറ്റേ നമ്മൾ ഷീറ്റിനകത്ത് ഹോൾ അടിച്ചത് ഇതിൽ സ്ക്രൂവും ചെയ്യും. അപ്പോൾ നമുക്ക് രണ്ടും കൂടെ ആകുമ്പം നല്ല ബലമായിരിക്കും. ഇപ്പോൾ സ്ക്രൂവും കൂടെ ചെയ്തപ്പോഴത്തേക്ക് നല്ല സ്ട്രോങ് പിടുത്തമായിട്ടുണ്ട്. ഇനി നമുക്ക് ബാസ്ക്കറ്റിൽ സ്ലൈഡറാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അത് എസ് എസിൻ്റെ വന്നിട്ട് 25
ടെലിസ്കോപ്പിക് സ്ലൈഡറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ബാസ്ക്കറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മളിപ്പോൾ സ്ലൈഡർ ഫിറ്റ് ചെയ്യുന്നത്. നമുക്കത് വീഡിയോയിൽ നല്ലപോലെ കാണാൻ കഴിയില്ല. അപ്പം അതിൻ്റെ റൈറ്റ് സൈഡിൽ ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് കാണാം. സ്ലൈഡറിനുള്ളിലുള്ള ചെറിയ ചാനലാണ് നമ്മൾ ബാസ്ക്കറ്റിൽ ഫിറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ എടുക്കണമെങ്കിൽ അതിനകത്ത് PVCയുടെ ഒരു ലോക്ക് വരുന്നുണ്ട്. ആ ലോക്ക് പുഷ് ചെയ്തിട്ട് വലിച്ച് ഊരിയാൽ മതി. അപ്പോൾ അത് നമ്മൾ മറ്റേ ക്ലാമ്പും എല്ലാം അവിടെ വന്ന കവറിനകത്ത് ഇതിൻ്റെ സ്ക്രൂ ഉണ്ടായിരുന്നു. ആ സ്ക്രൂ നട്ട് ഉപയോഗിച്ചാണ് ഇത് ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷീറ്റ് കട്ട്ലറി ബാസ്ക്കറ്റിൻ്റെ ഇൻസ്റ്റാളിങ് കഴിഞ്ഞിരിക്കുകയാണ്. അതെല്ലാം സെറ്റ് ചെയ്ത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റ് ബാസ്ക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. അത് കുറച്ച് ഞാനത് സ്പീഡാക്കുന്നുണ്ട് വീഡിയോ. ഈ ഡ്രോയർ നമ്മൾ സൈറ്റിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാവുന്നതാണ്. അതിൽ കിച്ചൺ കബോർഡ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഉണ്ടാവും. പിന്നെ വാർഡ്രോബ്, കിച്ചൺ വാൾ ക്യാബിനറ്റ്, പാൻട്രി യൂണിറ്റ് എന്നിവയുടെ എല്ലാം വീഡിയോ ഉണ്ടാവും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ്. കിച്ചൺ ക്യാബിനറ്റിൻ്റെയും ഡോറിൻ്റെയും ഡ്രോയർ സെറ്റ് ചെയ്യുന്ന അതിൻ്റെ എല്ലാം അളവ് സംബന്ധിച്ച ഒരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനകത്ത് നമുക്ക് അത്രയൊന്നും ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നില്ല. അപ്പം വീഡിയോ ഓൾറെഡി ഇപ്പം ലെങ്താണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വാച്ച് ചെയ്യുക. ഓക്കെ. തുടങ്ങിയ ഇനിയുള്ള വീഡിയോസ് എല്ലാം വൈകാതെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
ഫോട്ടോ വേണം.